നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടന്റ്. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച പൂരം നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു കാലം തന്നെയാണ്. കുടുംബജീവിതം സന്തോഷകരമായിട്ട് തുടരുന്ന സമയമാണ്. പല രീതിയിൽ പണം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതേസമയം പല പ്രതിബന്ധങ്ങളും വാരാന്ത്യത്തിൽ നേരിടേണ്ടി വരാനും സാധ്യത കാണുന്നുണ്ട്. ഇടവം രാശി, കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരമര. ഈ രാശിക്കാർക്ക് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനോ ബന്ധുക്കളുമായിട്ട് ഒത്തുകൂടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യ സ്ഥിതിയൊക്കെ ആകുന്ന സമയമാണ്. എന്നാൽ മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഉള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ ഈ വാരം വളരെയധികം ഗുണകരമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. മിഥുന രാശി, മകയിര, തിരുവാതിര, പുണർതം, മുക്കാൽ. ഈ രാശിക്കാർക്ക് പൊതുവെ കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയായിട്ട് കണക്കാക്കാം. വിദേശത്ത് നിന്ന് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും ഈ വാരത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കാനും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കർക്കിടക രാശി, പുണർതം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അനാവശ്യ ചെലവുകളൊക്കെ വരുമെങ്കിലും ഈ ആഴ്ചയിൽ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കത്തിടപാടുകളിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്ന പോലെ അംഗീകരിച്ച് കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. വായ്പകൾക്കും മറ്റും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനുവദിച്ച് കിട്ടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ അനുവദിച്ച് ലഭിക്കാനുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രമിക്കാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്രത്തിൽ, കാലം. ഈ രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തികമായിട്ടും ഗുണകരമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. ഈ ദിവസം തുടങ്ങുന്നത് തന്നെ, ഈ ആഴ്ചയിൽ ഈ ദിവസം തന്നെ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ഉള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു തിരിച്ചു കിട്ടാനുള്ള യോഗമൊക്കെ ഈ വാരത്തിന്റെ പ്രത്യേകതയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും. എന്നാൽ വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കന്നി രാശി, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വാരത്തിന്റെ തുടക്കത്തിൽ ചെറിയ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ഒരു യാത്രയൊക്കെ വേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലവുകളൊക്കെ ആദ്യ ദിവസങ്ങളിൽ കൂടുതലായിരിക്കുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ മെച്ചപ്പെട്ട് വരുന്നതാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ടുള്ള ബിസിനസ് എല്ലാം കൂടുതൽ ഗുണകരമായിട്ട് വരാനും സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. ഭാഗ്യമുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈശ്വരാധീനം ഏറ്റവും അധികമുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പല രീതിയിൽ പണം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പണത്തിനുള്ള സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. പല സാധ്യതകളും ആ രീതിയിലൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വൃശ്ചിക രാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദൈവാധീനമില്ലാത്തൊരു കാലമാണ് ഇപ്പോൾ. എന്നാൽ ഈ വാരം വളരെയധികം ഗുണകരമാണ്.
പുണ്യകർമ്മങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽപരമായിട്ടും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ വിജയിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ഭൂമി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വയം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ് ഇത്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലം. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം തന്നെ വലിയ ഭാഗ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. എന്നാൽ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനും വാഹനത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വർദ്ധിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പല രീതിയിലുള്ള സഹായങ്ങൾ വിദേശത്തു നിന്നൊക്കെ ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കം അത്ര നല്ലതല്ല. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടും. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ മുടങ്ങിപ്പോയ കാര്യങ്ങൾക്ക് വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടക്കുന്നതാണ്. പല കാര്യങ്ങളും ഭാഗ്യമായിട്ട് വരികയും ചെയ്യുന്നതാണ്. തൊഴിൽപരമായിട്ടും പല നേട്ടങ്ങളും വാരാന്ത്യത്തോടുകൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാനും രോഗസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറുകയും ചെയ്യും. കുംഭരാശി, അവിട്ടമര, ചതയം, പൂർക്കാതി, മുക്കാൽ. ഈ രാശിക്കാർക്ക് ആ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ അത്ര നന്നായിരിക്കില്ല. വാരാന്ത്യം കൂടുതൽ ഗുണകരമായി മാറുകയും ചെയ്യുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. പൊതുവെ ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വീട് നിർമ്മാണമോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. മീനൻ രാശി, മീനൻ രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് മാറുകയും ചെയ്യും. വാരാന്ത്യം കൂടുതൽ മോശമായിട്ട് മാറുകയും ചെയ്യുന്ന കൂടുതൽ ദോഷാധിക്യമുള്ള ഒരു ആഴ്ചയാണ് ഈ വരുന്നത്. ആരോഗ്യത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ പ്രത്യേകം സമയം കണ്ടെത്താനായിട്ട് നോക്കുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ആഴ്ചയുടെ അവസാനത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മുടങ്ങിപ്പോകാനോ നടക്കാതെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയുടെ മധ്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9846033337 ആണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള ആഴ്ചയിൽ വാരഫലവും മറ്റ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പുതിയ അറിവുകളും പങ്കുവയ്ക്കുന്നതാണ്.